ഹായ് എല്ലാ കൂട്ടുകാർക്കും സനു വ്ളോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മാരുതിയുടെ ഇയർ എൻഡ് പ്രൊമോഷനിൽ ഏറ്റവും കൂടുതൽ ഓഫർ വന്നിരിക്കുന്ന ഒരു വാഹനം നമ്മുടെ വാഗണാർ ആണ്. വാഗണാറിന്റെ നോർമൽ വാഹനങ്ങൾക്ക് 64,000 രൂപ വരെ ഓഫറും ആദ്യമായിട്ട് CNGക്ക് 58,000 രൂപ വരെ ഓഫറുമാണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പോ ഈ ഇയർ എൻഡ് പ്രൊമോഷൻസിൽ നിന്നല്ല 2025 തന്നെ ഏറ്റവും ബെസ്റ്റ് ഓഫർ വാഗണാറിന് കിട്ടിയിരിക്കുന്നത് ഈ ഇയർ എൻഡ് പ്രൊമോഷൻസിലാണ്. ഇപ്പൊ നമ്മളുടെ GST ബെനിഫിറ്റ് വന്നതിന് ശേഷമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ ഏകദേശം ഒരു 1.25 ലക്ഷം രൂപയുടെ പ്രൈസിന്റെ കുറവാണ് വാഗണാറിന് ലഭിച്ചിരിക്കുന്നത്. അതായത് ഓഗസ്റ്റ് സെപ്റ്റംബറിലൊക്കെ വാഹനം എടുത്തവരെക്കാളും 1.25 ലക്ഷം രൂപയൊക്കെ കുറവിൽ നിങ്ങൾക്ക് ഈ ഡിസംബറിൽ വാഹനം എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ വാഗണാറിന്റെ ഇത് ടോപ്പ് എൻഡ് വേരിയന്റ് ആണ്. ഏകദേശം 25,000 രൂപയുടെ ആക്സസറീസ് ഷോറൂമിൽ നിന്ന് ചെയ്തിരിക്കുന്ന ഒരു വാഹനമാണിത്. അപ്പൊ എന്തെല്ലാം ആക്സസറീസ് ആണ് ചെയ്തിരിക്കുന്നത്, ആക്സസറീസിന്റെ പ്രൈസ് എത്രയാണ്, അതുപോലെ തന്നെ ബേസ് വേരിയന്റ് ടോപ്പ് എൻഡ് വരെ അപ്ഡേറ്റഡ് ഓൺ റോഡ് പ്രൈസ് എത്രയാണ്, ഡീറ്റെയിൽഡ് ആയിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. ഇയർ എൻഡ് പ്രൊമോഷനിൽ ഏറ്റവും കൂടുതൽ ഓഫർ വന്നിരിക്കുന്നത് നമ്മുടെ വാഗണാറിനാണ്. വാഗണാറിന്റെ ബേസ് വേരിയന്റ് ടോപ്പ് എൻഡ് വരെ ഏകദേശം 64,000 രൂപ വരെ ഓഫറാണ് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത്. ഇപ്പോഴും ഇന്ത്യയിലെ വൺ ഓഫ് ദ ഹോട്ട് സെല്ലിംഗ് വാഹനമാണ് നമ്മുടെ വാഗണാർ. 2018 ലോഞ്ച് ചെയ്തതിന് ശേഷം പ്രത്യേകിച്ച് അപ്ഡേറ്റ് ഒന്നും വരാത്തൊരു വാഹനമാണ് വാഗണാർ. പക്ഷെ ഇപ്പോഴും ഇന്ത്യക്കാരുടെ വൺ ഓഫ് ദ ഫേവറേറ്റ് കാറാണ്. ഇത് ZXi പ്ലസ് 1.2 പെട്രോൾ എഞ്ചിനുള്ള ടോപ്പ് എൻഡ് വേരിയന്റ് ആണ്. ഈ വാഹനത്തിൽ ഏകദേശം 25,000 രൂപ വരുന്ന ആക്സസറീസ് ഷോറൂമിൽ നിന്ന് തന്നെ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഈ വേരിയന്റിന്റെ എക്സ്റ്റീരിയർ ലുക്കൊക്കെ നോക്കുകയാണെങ്കിൽ എല്ലാ വേരിയന്റുകളുടെയും ലുക്കൊക്കെ സിമിലർ ആണ്. നമുക്ക് ഹെഡ്ലൈറ്റ് നമ്മുടെ ഹാലജൻ ഹെഡ്ലൈറ്റ് തന്നെ കൊടുത്തിരിക്കുന്നു. ഹൈ ബീം ലോ ബീം അതിനകത്ത് തന്നെ പാർക്ക് ലൈറ്റ്, താഴെ ഇൻഡിക്കേറ്റേഴ്സ് കാണാം. ഇതിൽ ഫോഗ് ലൈറ്റ് ഈ വേരിയന്റിൽ വരുന്നുണ്ട്. ഗ്രൗണ്ട് ക്ലിയറൻസ് നോക്കുകയാണെങ്കിൽ 165 mm ആണ് ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത്. ഫ്രണ്ടിലെ ആ ഒരു പോർഷൻസ് എല്ലാം നമുക്ക് മാറ്റ് ബ്ലാക്ക് ഫിനിഷിലാണ് കൊടുത്തിരിക്കുന്നത്. ഫ്രണ്ടിൽ നമുക്ക് അസോസിയേറ്റ് ഒരു ലോഗോ കാണാം. ഇതിപ്പോ VXi വേരിയന്റ് തൊട്ട് ടോപ്പ് എൻഡ് വരെ ലുക്ക് എക്സാക്ട്ലി സിമിലർ ആയിട്ട് കൊടുത്തിരിക്കുന്നു. ഫ്രണ്ടിൽ പ്രത്യേകിച്ച് ആക്സസറീസ് ഒന്നും ചെയ്തിട്ടില്ല. വശങ്ങളിലേക്ക് വരുമ്പോൾ നമുക്ക് 14 ഇഞ്ച് ഒരു ബ്ലാക്ക് ഫിനിഷിലുള്ള അലോയ് വീൽസ് ആണ് വരുന്നത്. ഇപ്പൊ ടോപ്പ് എൻഡ് ആയിട്ടും 15 ഇഞ്ച് ഒന്നും ഉൾപ്പെടുത്തിയിട്ടില്ല. 165 70R14 ആണ് ടയർ സൈസ്. ഫ്രണ്ടിൽ ഡിസ്കും ബാക്കിൽ ഡ്രം ബ്രേക്കുകളുമാണ്. ഇപ്പൊ ടോപ്പ് എൻഡ് ആയതുകൊണ്ട് LED ഇൻഡിക്കേറ്റേഴ്സ് മിറേഴ്സിലേക്ക് ഇൻസെർട്ട് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഓൾ ഓവർ വശങ്ങളിൽ നിന്നുള്ള ഒരു ലുക്ക്. വശങ്ങളിൽ ആ ഒരു ബീഡിങ് ബ്ലാക്ക് കളറിലുള്ളത് അത് ആക്സസറിയായിട്ട് ചെയ്തിരിക്കുന്നതാണ്. ഏകദേശം 2,000 രൂപയുടെ അടുത്താണ് അതിന് കോസ്റ്റ് വരിക. അതുപോലെ തന്നെ നമുക്ക് 50% ആയിട്ടുള്ള കൂൾ ഫിലിം ഇതിനകത്ത് ഒട്ടിച്ചിട്ടുണ്ട്. കാർ വെയറിന്റെ ആണ് ചെയ്തിരിക്കുന്നത്. ഏകദേശം 2,600 രൂപ തന്നെ അടുത്താണ് അതിന് കോസ്റ്റ് വരുന്നത്. നമുക്ക് ഒരു റെയിൻ ഗാർഡ് വരുന്നുണ്ട്. ഇതിനും 1,900 രൂപ 1,800 രൂപയുടെ അടുത്താണ് ഇതിന്റെ ഒരു കോസ്റ്റ് വരുന്നത്. വേറെ നമുക്ക് എടുത്തു പറയത്തക്ക ഫീച്ചേഴ്സ് ഒന്നും വശങ്ങളിൽ വരുന്നില്ല. റൂഫ് റെയിൽസ് വരുന്നില്ല. നമുക്ക് ഷോറൂമിൽ നിന്ന് ആക്സസറി ചെയ്യാം. ഫ്രണ്ട് മൗണ്ടഡായിട്ടാണ് ആന്റിന കൊടുത്തിരിക്കുന്നത്. ഡോർ ഹാൻഡിൽസ് നമുക്ക് ആ ഒരു ഫ്ലിപ്പ് ടൈപ്പ് ഡോർ ഹാൻഡിൽസ് തന്നെയാണ് ഇപ്പോഴും വരുന്നത്. അപ്പൊ ഇതാണ് ഓൾ ഓവർ വശങ്ങളിൽ നിന്നുള്ള ഒരു ലുക്ക്. ബാക്കിലേക്ക് വരുമ്പോൾ ഈ വാഹനത്തിൽ പറയേണ്ട ഒരു കാര്യം, ഇതിനകത്ത് സ്പോയിലർ ഇത് ആക്സസറി ചെയ്തിരിക്കുന്നതാണ്. ഇതിന് ഏകദേശം 4,000 രൂപ അടുത്ത് കോസ്റ്റ് വരുന്നുണ്ട്. വാഗണാർ എപ്പോഴും ഒരു സ്പോയിലർ ചെയ്യുന്നതാണ് എന്തുകൊണ്ടും ഒരു ലുക്ക് അല്ലെങ്കിൽ ഒരു സ്പോർട്ടി ലുക്ക് ലഭിക്കുന്നത്. ബാക്കിൽ നിന്ന് മറ്റ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ടോപ്പ് എൻഡ് ആണെങ്കിലും ബാക്കിൽ ഡീഫോഗർ ഉൾപ്പെടുത്തിയിട്ടില്ല. വൈപ്പർ വരുന്നുണ്ട്. നമുക്ക് ഹൈ മൗണ്ടർ സ്റ്റോപ്പ് ലാമ്പ് കാണാം. താഴേക്ക് വന്നു കഴിഞ്ഞാൽ റിവേഴ്സ് ക്യാമറ ഇതിനകത്ത് വരുന്നതല്ല, ആക്സസറി ചെയ്തിരിക്കുകയാണ്. ഏകദേശം 4,900 രൂപ എടുത്താണ് കോസ്റ്റ് വരിക. ബാക്കിൽ ആ വാഗണാർ എന്ന് പറഞ്ഞ വലിയ ബാഡ്ജിങ് കൊടുത്തിരിക്കുന്നു. ബാക്കിലേക്ക് 2 പാർക്കിംഗ് സെൻസേഴ്സ് ആണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ടെയിൽ ലൈറ്റ് എല്ലാം ഫുൾ ഹാലജൻ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. മുകളിൽ വലിപ്പമുള്ള വലിയൊരു സ്റ്റോപ്പ് ലൈറ്റ് കാണാം. താഴെ ഇൻഡിക്കേറ്റേഴ്സ്, റിവേഴ്സ് ലൈറ്റ് കൊടുത്തിരിക്കുന്നു. താഴെ നമുക്ക് റിഫ്ലക്ടേഴ്സ് കാണാം. ഫ്രണ്ടിൽ കണ്ട പോലെ തന്നെ ബാക്കിൽ നമുക്ക് ആ ഒരു ബ്ലാക്ക് ഫിനിഷിൽ ഒരു സ്കേർട്ടിംഗ് പോലെ ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഇനി നമുക്ക് ബൂട്ട് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. നമുക്ക് ഫ്ലിപ്പ് ടു ഓപ്പൺ ആയിട്ടാണ് ബാക്കിലെ ഡോർ ഹാൻഡിൽസ് അല്ലെങ്കിൽ ബൂട്ടിലെ ഡോർ ഹാൻഡിൽസ് കൊടുത്തിരിക്കുന്നത്. ബൂട്ട് സ്പേസ് നോക്കുകയാണെങ്കിൽ സ്ക്വയറിഷ് ആയിട്ടുള്ള വലിയ ബൂട്ടുകളാണ്. സെഗ്മെന്റിൽ തന്നെ ഏറ്റവും വലിയ ബൂട്ട് എന്ന് പറയാം. 365 ലിറ്ററാണ് 335 ലിറ്ററാണ് ബൂട്ടിന്റെ കപ്പാസിറ്റി വരുന്നത്. പാഴ്സൽ ട്രേ ഈ വേരിയന്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇത് ഇതിന് വരുന്ന ഒരു നമ്പർ പ്ലേറ്റ് ഗാർണിഷ് ആണ്. ഒരു ബ്ലൂഷ് ഷെയ്ഡൊക്കെ വരുന്ന ഒരു മാറ്റും ഈ വാഹനത്തിൽ അവർ ആക്സസറി ആയിട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 60/40 സ്പ്ലിറ്റ് സീറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് ഇല്ല, ഫിക്സഡ് ഹെഡ് റെസ്റ്റ് ആണ് ഈ വാഹനത്തിൽ വരുന്നത്. സ്പെയർ വീല് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് ആ ഒരു ബേസ് വേരിയന്റിൽ വരുന്ന 14 ഇഞ്ച് വീൽസ് ആണ് സ്പെയർ വീലായിട്ട് കൊടുത്തിരിക്കുന്നത്. വേറെ ബൂട്ട് ലൈറ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ ഈ വേരിയന്റിൽ വരുന്നില്ല. ഇനി നമുക്ക് അകത്തു നിന്നുള്ള ഫീച്ചേഴ്സ് കാര്യങ്ങളും ചെക്ക് ചെയ്ത് നോക്കാം. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ഫ്ലിപ്പ് ടു ഓപ്പൺ ആണ് ഡോർ ഹാൻഡിൽസ് വരുന്നത്. അകത്തേക്ക് നോക്കുകയാണെങ്കിൽ നമുക്കൊരു ഡ്യുവൽ ടോൺ കളറാണ് അതിന്റെ ഇന്റീരിയർ കൊടുത്തിരിക്കുന്നത്. ആ ഒരു വൈറ്റ് ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷനിൽ കൊടുത്തിരിക്കുന്നു. ഡോർ പാഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫുൾ ബ്ലാക്ക് ഫിനിഷ് ആണ് വരുന്നത്. അത് നമുക്ക് 4 ഡോർ പവർ വിൻഡോന്റെ കൺട്രോൾ കാണാം. ഡ്രൈവർ സൈഡിലെ വിൻഡോ 1 ടച്ച് അപ്പ് ആൻഡ് ഡൗൺ ഓപ്ഷൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ലോക്ക് ആൻഡ് അൺലോക്ക്, മിറർ കൺട്രോൾ ചെയ്യാനും ഫോൾഡ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു. അകത്തെ ഡോർ ഹാൻഡിൽസ് സിൽവർ ഫിനിഷിലാണ്. സ്പീക്കർ വീല് താഴെ കാണാം. ബോട്ടിൽ ഹോൾഡേഴ്സ് കൊടുത്തിരിക്കുന്നു. സീറ്റ്
ഇതിപ്പോൾ ടോപ്പ് എൻഡ് വേരിയന്റ് ആണെങ്കിലും ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒന്നും ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല. നമുക്ക് മാനുവൽ വേരിയന്റ് ആണ്. ഇവിടെ ഒരു ഓട്ടോ സ്റ്റോപ്പ് സ്റ്റാർട്ട് കാണാം, ട്രാക്ഷൻ കൺട്രോൾ കൊടുത്തിരിക്കുന്നു, ഹെഡ്ലൈറ്റ് ലെവൽ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കാണാം, AC വെൻസിന് ചുറ്റിയുള്ള നമുക്കൊരു സിൽവർ ഫിനിഷ് വരുന്നുണ്ട്. ഇതാണ് ഈ വാഹനത്തിന്റെ കീ വരുന്നത്. ഇതൊരു ഫുൾ ബ്ലാക്ക് ഫിനിഷിലാണ്. ഇതിനകത്തൊരു ഗ്ലോസി ബ്ലാക്കിന്റെ ഒരു കവർ പോലെ ഒരു സംഭവം ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്, ഒരു പ്രീമിയം ടച്ച് കിട്ടുന്ന രീതിയിൽ. ഇനി അകത്തു നിന്നുള്ള ഫീച്ചേഴ്സ് ഒന്ന് ചെക്ക് ചെയ്യാം. വാഗണാറിന്റെ ഇന്റീരിയർ എന്നുള്ള ലുക്ക് ആൻഡ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം വാഗണാറിന്റെ ആ ഒരു ഇന്റീരിയറുള്ള സ്പേസ് ആണ്. നമുക്ക് അകത്ത് കയറി ഇരുന്നാൽ ഒരു ചെറിയ SUV-യിൽ കയറിയിരിക്കുന്ന ഒരു ഫീലാണ് കിട്ടുക. വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള വലിപ്പമുള്ള ഡാഷ്ബോർഡ് കാര്യങ്ങളാണ് ഇതിനകത്ത് വരുന്നത്. ഇപ്പോൾ സ്റ്റിയറിംഗ് വീലിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് സ്റ്റിയറിംഗ് ഗ്രിപ്പ് ആക്സസറൈഡ് ചെയ്തിട്ടുണ്ട്. ആ ഒരു 3 സ്പോക്ക് സ്റ്റിയറിംഗ് വീല് കൊടുത്തിരിക്കുന്നു. അതെല്ലാം ഒരു വൈറ്റ് ഫിനിഷ് കാണാം. മൾട്ടി ഫംഗ്ഷനിലാണ്. ഇടതുവശത്ത് മ്യൂസിക് ആൻഡ് ഫോൺ കൺട്രോൾസ് കാണാം. സ്റ്റിയറിംഗ് വീല് നമുക്ക് ടിൽറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇടതുവശത്തായിട്ട് നമുക്ക് വൈപ്പറിന്റെ കൺട്രോൾസും വലതുവശത്ത് ഹെഡ്ലൈറ്റിന്റെ കൺട്രോൾസും കാണാം. ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിലേക്ക് വന്നാൽ ഒരു റൗണ്ട് ഷേപ്പിലുള്ള ഒരു ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ കാണാം. ഇതിനകത്ത് സ്പീഡോമീറ്റർ നമുക്ക് അനലോഗ് ആയിട്ട് കൊടുത്തിരിക്കുന്നു. അതൊരു ഓറഞ്ച് ബാക്ക് ലൈറ്റോട് കൂടിയാണ് വരുന്നത്. അതിനോട് ചേർന്ന് തന്നെ നമുക്ക് ഡിജിറ്റൽ ആയിട്ടുള്ളൊരു മീറ്ററും അഡീഷണലി കൊടുത്തിരിക്കുന്നു. അതിനകത്ത് അത്യാവശ്യം വേണ്ട എല്ലാ ഇൻഫർമേഷൻസും അറിയാനായിട്ട് പറ്റും. നമ്മുടെ RPM മീറ്റർ എല്ലാം ഒരു ഡിജിറ്റൽ രീതിയിലാണ് അതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ഫ്യൂൽ ഇൻഡിക്കേറ്ററും അതിനകത്ത് തന്നെ വരുന്നു. ബേസിക് ആയിട്ടുള്ള ആവറേജ് ഫ്യൂൽ ഡിസ്റ്റൻസ് ടു MT അങ്ങനെ ബേസിക് ആയിട്ടുള്ള ഫീച്ചേഴ്സ് മാത്രമാണ് അതിനകത്ത് കൊടുത്തിരിക്കുന്നത്. സെൻട്രലിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് സ്മാർട്ട് പ്ലേ മ്യൂസിക് സിസ്റ്റം ആണ് വരുന്നത്. 7 ഇഞ്ചിന്റെ ആൻഡ്രോയിഡ് ഓട്ടോ ആപ്പിൾ കാർപ്ലേ വയേർഡ് ആയിട്ട് അങ്ങനെ ഫംഗ്ഷൻ ചെയ്യാം. പിന്നെ ബേസിക് ആയിട്ടുള്ള 1-2 വെഹിക്കിൾ ഇൻഫർമേഷൻസ് കാര്യങ്ങളും നമുക്ക് ഇതിനകത്ത് അറിയാനായിട്ട് പറ്റും. ഇതിനകത്ത് റിവേഴ്സ് ക്യാമറ ടോപ്പ് എൻഡിലും വരുന്നില്ല. ഇതിനകത്ത് ഇത് ആക്സസറൈഡ് ചെയ്തിരിക്കുന്നതാണ്. അതൊരു അഡാപ്റ്റീവ് ഗൈഡ് ലൈൻസ് പോലെയുള്ള ഒരു ക്യാമറയാണ് അതിനകത്ത് വരുന്നത്. പാർക്കിംഗ് സെൻസേഴ്സ് വരുന്നുണ്ട്, പക്ഷെ അത് നമുക്ക് അതിൻ്റെ ഒരു ബീപ്പ് സൗണ്ട് സെൻട്രൽ കൺസോളിൽ നിന്ന് തന്നെയാണ് അറിയാനായിട്ട് പറ്റുക. ഡീസൻറ്റ് ക്ലാരിറ്റി ഉള്ള ഒരു മ്യൂസിക് സിസ്റ്റം തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അതിന് താഴെ ഹസാർഡ് ലൈറ്റിന്റെ ബട്ടൺ കൊടുത്തിരിക്കുന്നു. മാനുവൽ AC ആണ് ടോപ്പ് എൻഡിൽ നിന്ന് വരുന്നത്. ഓട്ടോ AC ഒന്നും ഉൾപ്പെടുത്തിയിട്ടില്ല. താഴെ നമുക്കൊരു 12 വോൾട്ടിന്റെ ചാർജിംഗ് പോർട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു USB കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ. ഇതെല്ലാം സ്റ്റോറേജ് സ്പേസ് ആണ്. ഇത് മാനുവൽ വേരിയന്റ് ആണ്. മാനുവൽ ഗിയറിൽ ഒരു ടോപ്പിലെല്ലാം ഒരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിരിക്കുന്നു. ഇവിടെ എല്ലാം നമുക്കൊരു കപ്പ് ഹോൾഡേഴ്സ് കാണാം. ഹാൻഡ് ബ്രേക്ക് കൊടുത്തിരിക്കുന്നു. സീറ്റ് കവേഴ്സ് ഷോറൂമിൽ നിന്ന് ആക്സസറൈഡ് ചെയ്തിരിക്കുന്നതാണ്. ഇപ്പോൾ 6 എയർ ബാഗ് വരുന്ന വാഹനത്തിന് ഈ ഒരു ടൈപ്പിലുള്ള സീറ്റ് കവേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ഫിക്സഡ് ആയിട്ടുള്ള മീൻസ് സീറ്റ് ബെൽറ്റ് ആണ്. ഗ്രാബ് ഹാൻഡിൽ ഫിക്സഡ് ആയിട്ടുള്ള ഗ്രാബ് ഹാൻഡിൽ കൊടുത്തിരിക്കുന്നു. ഇതെങ്കിലും ഒന്ന് അഡ്ജസ്റ്റബിൾ കൊടുക്കാമായിരുന്നു എന്ന് എനിക്ക് പലപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ട്. കോ ഡ്രൈവർ സൈഡിൽ സൺവൈസസ് വിത്ത് മിററാണ് വരുന്നത്. സെന്റർ IRVMs മാനുവൽ ഡിമ്മിങ്ങുള്ള IRVMs കൊടുത്തിരിക്കുന്നു. ഡ്രൈവർ സൈഡിലും സൺവൈസസ് വിത്ത് ടിക്കറ്റ് ഹോൾഡർ മാത്രമാണ് കൊടുത്തിരിക്കുന്നത്. റീഡിംഗ് ലൈറ്റുകൾ ഹാലജനായിട്ട് വരുന്നു. വളരെ ചെറിയൊരു ഗ്ലോ ബോക്സ് ആണ്. പ്രത്യേകിച്ച് എടുത്ത് പറയത്തെ ഫീച്ചേഴ്സ് ഒന്നും ഇല്ലാത്തൊരു ഗ്ലോ ബോക്സും ഇതിനകത്ത് വരുന്നുണ്ട്. ഇപ്പോൾ ഈ ഒരു ഗ്രാബ് ഹാൻഡിൽ നമുക്ക് പുറത്തുനിന്ന് വേണമെങ്കിൽ ആ സ്പ്രിംഗ് ആയിട്ടുള്ള ഗ്രാബ് ഹാൻഡിൽ ചെയ്യാനായിട്ട് പറ്റും. ചെറിയൊരു കോസ്റ്റേ വരുന്നുള്ളൂ. അതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി ഒരു പ്രീമിയം ലുക്കിംഗ് ആയിട്ട് ഈ വാഹനം മാറും. ഇനി നമുക്ക് ബാക്ക് യാത്രക്കാരെ കംഫർട്ട് ഒന്ന് ചെക്ക് ചെയ്യാം. ബാക്ക് യാത്രക്കാരെ കംഫർട്ട് നോക്കുമ്പോൾ വാഗണാറിന്റെ എടുത്തു പറയേണ്ട കാര്യമാണ് ഈ ഒരു 90 ഡിഗ്രിയിൽ വൈഡായിട്ട് തുറക്കാൻ പറ്റുന്ന ഡോറുകൾ. അതുകൊണ്ട് കയറി ഇറങ്ങാനൊക്കെ വളരെ എളുപ്പമാണ്. വീട്ടിൽ മുതിർന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് കയറി ഇറങ്ങാൻ പറ്റുന്ന ഒരു വാഹനം വാഗണാറായിരിക്കും. കാര്യം ഗ്രൗണ്ട് ക്ലിയറൻസ് കുറവാണ്. സുഖമായിട്ട് അകത്തേക്ക് കയറാനായിട്ട് പറ്റും. ഡോർ പാഡിൽ നമുക്ക് ഹാർഡ് പ്ലാസ്റ്റിക്സ് ആണ്. പവർ വിൻഡോന്റെ കൺട്രോൾ കൊടുത്തിട്ട് ഡോർ ഹാൻഡിൽസ് കാണാം. ബാക്കിൽ നമുക്ക് 2 പേർക്കുള്ള ഫിക്സഡ് ഹെഡ് റെസ്റ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇത് സീറ്റ് കവർ ആക്സസറൈഡ് ചെയ്തിരിക്കുന്നതാണ്. നമ്മൾ അകത്തേക്ക് കയറി ഇരുന്ന് കഴിഞ്ഞാൽ ഫ്രണ്ട് സീറ്റ് എൻ്റെ ഹൈറ്റിനാണ് ഇപ്പോൾ അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല രീതിയിലുള്ള ലെഗ് റൂം കാണാനായിട്ട് പറ്റും. ലെഗ് റൂം നീ റൂം അവൈലബിൾ ആണ്. വളരെ വൈഡ് ആയിട്ടുള്ള ബാക്ക് സ്പേസ് ആണ്. 3 പേർക്ക് സുഖമായിട്ട് കംഫർട്ടായിട്ട് ഇരിക്കാനായിട്ട് പറ്റും. ബാക്കിൽ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ഗ്രാബ് ഹാൻഡിലും കൂടി മുമ്പ് സ്പ്രിംഗ് ആയിട്ടുള്ള ഗ്രാബ് ഹാൻഡിലായിരുന്നെങ്കിൽ കുറച്ചും കൂടി കംഫർട്ടബിൾ ആയേനെ. നമുക്ക് ഹെഡ് റൂം ഒന്നും എടുത്തു പറയേണ്ട കാര്യമൊന്നുമില്ല. ഏകദേശം ഒരു 15-20 സെന്റിമീറ്റർ ഹെഡ് റൂമും നമുക്ക് ഇതിനകത്ത് ബാലൻസ് കാണാനായിട്ട് പറ്റും. പുതിയ വാഗണാറിന്റെ സേഫ്റ്റി ഫീച്ചേഴ്സിലേക്ക് വന്നാൽ നമുക്ക് ബേസ് വേരിയന്റ് തൊട്ട് ഇപ്പോൾ 6 എയർ ബാഗ് സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്നുണ്ട്. ABS EBD ട്രാക്ഷൻ കൺട്രോൾ ഹിൽ ഹോൾഡ് പോലുള്ള ഫീച്ചേഴ്സും നമ്മുടെ വാഗണാറിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഗ്ലോബൽ ക്രാഷസ് ഒന്നും നടന്നിട്ടില്ല. ഇപ്പോൾ 6 എയർ ബാഗ് വരുന്നതുകൊണ്ട് അത്യാവശ്യം സേഫ് ആയിട്ടുള്ള കാറായിട്ട് നമുക്ക് വാഗണാർ കൊണ്ടുനടക്കാം. എഞ്ചിൻ ആൻഡ് ഗിയർ ബോക്സ് ഓപ്ഷനിലേക്ക് വന്നാൽ ടോപ്പ് എൻഡിൽ കൊടുത്തിരിക്കുന്നത് നമ്മുടെ പഴയ സ്വിഫ്റ്റിലൊക്കെ ഉണ്ടായിരുന്ന 1.2 ലിറ്റർ 4 സിലിണ്ടർ പെട്രോൾ എഞ്ചിനാണ്. 88 HP ആണ് പവർ. 115 Nm ടോർക്ക് ഉൽപ്പാദിപ്പിക്കുക. നല്ല രസമുള്ള ഒരു എഞ്ചിനാണ്. മൈലേജ് ആണ് എടുത്തു പറയേണ്ടത്. ആ എഞ്ചിൻ
മൈലേജിന് 24ഒക്കെയാണ് കമ്പനി ക്ലെയിം ചെയ്യുന്നത്. വാഗണാറിൽ ഒരു 18 20 നമ്മൾ ഡീസെന്റ് ആയിട്ട് ഓടിക്കുകയാണെങ്കിൽ മൈലേജ് ലഭിക്കും. ഇനി വാഗണാറിൽ മൈലേജ് വേണ്ടവർക്ക് 1 ലിറ്റർ പെട്രോൾ എഞ്ചിനിൽ വരുന്ന CNGയിലേക്ക് പോവാം. ആ വാഹനത്തിനാണ് 32 കിലോമീറ്ററൊക്കെയാണ് CNGക്ക് മൈലേജ് വരുന്നത്. റിയൽ ലൈഫിൽ ഉപയോഗിക്കുന്നവർക്ക് ഒരു 28-29ഒക്കെയാണ് മൈലേജ് ലഭിക്കുന്നത്. അതായത് ഒരു ഫുൾ ടാങ്ക് CNG നിങ്ങൾ അടിക്കുകയാണെങ്കിൽ മിനിമം 250+ കിലോമീറ്റർ നിങ്ങൾക്ക് ഓടാനായിട്ട് പറ്റും. അതാണ് ഈ വാഹനത്തിന്റെ ഒരു അഡ്വാൻറ്റേജ്. അതായത് ഒരു 800 രൂപ 700 രൂപയ്ക്കൊക്കെ നമ്മൾ CNG ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 250 കിലോമീറ്റർ ഈസിലി നിങ്ങൾക്ക് ഡ്രൈവ് ചെയ്യാനായിട്ട് പറ്റും. അത് ഇതിന്റെ ഒരു എടുത്ത് പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ആ ഒരു പെട്രോൾ എഞ്ചിൻ, അതായത് LXI VXI വേരിയന്റിൽ കിട്ടുന്നത് നമ്മുടെ 1 ലിറ്റർ 3 സിലിണ്ടർ പെട്രോൾ എഞ്ചിൻ തന്നെയാണ്. അത് 65 HP അടുത്തൊക്കെയാണ് പവർ വരുന്നുള്ളൂ. അതിന് കമ്പനി മൈലേജ് 22 ഒക്കെ പറയുന്നുണ്ട്. 15-16ഒക്കെയാണ് അതിനും മൈലേജ് ലഭിക്കുന്നത്. വാഗണാറിന്റെ ഈ ഇയറിലെ ഏറ്റവും ബെസ്റ്റ് ഓഫർ കൊടുത്തിരിക്കുന്നത് ഇയറിന്റെ പ്രൊമോഷൻസിലാണ്. 64,000 രൂപ വരെ ഓഫറാണ് കൊടുത്തിരിക്കുന്നത്. അത് നമ്മൾക്ക് ടൂർ വേരിയന്റുകൾക്കും ഏകദേശം 58,000 രൂപ വരെ ഓഫർ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ ബേസ് LXI വേരിയന്റ് നിങ്ങൾക്ക് 5,40,000 രൂപയ്ക്ക് ഓൺ റോഡ് ഇറക്കാം. എക്സ്ചേഞ്ച് ഉണ്ടെങ്കിൽ ഒരു 5,25-നൊക്കെ, ഒരു 5,20-നൊക്കെ അഡീഷണൽ ഡിസ്കൗണ്ട് കാര്യങ്ങളൊക്കെ വെച്ച് ഒരു 5,20-നൊക്കെ നിങ്ങൾക്ക് ഓൺ റോഡ് ഇറക്കാനായിട്ട് പറ്റും. LXI വേരിയന്റിൽ തന്നെ നമുക്ക് CNG വരുന്നുണ്ട്. ആ വാഹനം 6,55, ഒരു എക്സ്ചേഞ്ച് ഒക്കെ ഉണ്ടെങ്കിൽ ഒരു 6,45-നൊക്കെ നിങ്ങൾക്ക് ഈസിലി ആ വാഹനം ഓൺ റോഡ് ഇറക്കാനായിട്ട് പറ്റും. ഇനി പലരും ചോദിച്ചൊരു ചോദ്യം, ടൂറിന്റെ പ്രൈസ് പറയാത്ത എന്താണ്? ഇപ്പൊ ടൂറിന് ഓഫർ വന്നിട്ടുണ്ട്. ടൂർ വേരിയന്റ് നിങ്ങൾക്ക് പെട്രോൾ 5,20-നും ടൂർ CNG നിങ്ങൾക്ക് 6,20-നും ഓൺ റോഡ് ഇറക്കാനായിട്ട് പറ്റും. ആ ബഡ്ജറ്റിൽ കിട്ടുന്ന ഏറ്റവും ഫ്യൂവൽ എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു ടൂർ കാർ അല്ലെങ്കിൽ ഒരു ടാക്സി വാഹനം നമ്മുടെ വാഗണാറിന്റെ CNG ആണ്. ഇപ്പൊ കൊച്ചിയിലേക്കൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അതിൽ എറണാകുളം ഏരിയയിൽ ഏറ്റവും കൂടുതൽ കാണുന്നതും വാഗണാറിന്റെ CNG തന്നെയാണ്. കാരണം അത്യാവശ്യം സ്പേഷ്യസ് ആണ് ബാക്കിൽ. അതുകൊണ്ടാണ് ആളുകൾ കൂടുതൽ ഈ ഒരു വാഹനത്തിലേക്ക്, മീൻസ് ടാക്സി ഓടാനായിട്ട് ഈ വാഹനത്തിലേക്ക് പ്രിഫർ ചെയ്യുന്നത്. ഇനി VXIയിലേക്ക് പോയി കഴിഞ്ഞാൽ VXIക്ക് 6,15,000 രൂപയും, VXIയിലാണ് നമുക്ക് ഓട്ടോമാറ്റിക് സ്റ്റാർട്ട് ചെയ്യുന്നത്. VXI ഓട്ടോമാറ്റിക്കിന് 6,65,000 രൂപയാണ് ഓൺ റോഡ് പ്രൈസ്. ZXI വേരിയന്റ് ആണ് 1.2 പെട്രോൾ എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്യുന്ന വേരിയന്റ്. ZXIയിൽ നമുക്ക് 1 ലിറ്റർ പെട്രോൾ എഞ്ചിൻ അവൈലബിൾ അല്ല. ZXIയിൽ പോയി കഴിഞ്ഞാൽ 6,70,000 രൂപയാണ് ZXI മാനുവലിന്. ZXI ഓട്ടോമാറ്റിക്കിന് 7,20,000 രൂപ. ഇനി ZXI പ്ലസിലേക്ക് പോയി കഴിഞ്ഞാൽ ZXI പ്ലസ് മാനുവലിന് 7,30,000 രൂപയും ZXI പ്ലസ് ഓട്ടോമാറ്റിക്കിന് 7,75,000 രൂപയാണ് ഓൺ റോഡ് പ്രൈസ്. ഇപ്പൊ ZXI പ്ലസ് വേരിയന്റ് നിങ്ങൾക്ക് ഒരു എക്സ്ചേഞ്ച് ഉണ്ട്, അഡീഷണൽ ഷോറൂമിന്റെ ഓഫറൊക്കെ കിട്ടുകയാണെങ്കിൽ ഒരു 7.5 ലക്ഷം രൂപയ്ക്കൊക്കെ ഓൺ റോഡ് ഇറങ്ങേണ്ടതാണ്. ഈ പറഞ്ഞ പ്രൈസിലൊന്നും നമ്മൾ എക്സ്റ്റൻഡ് വാറന്റി ഉൾപ്പെടുത്തിയിട്ടില്ല. എക്സ്റ്റൻഡ് വാറന്റി നിങ്ങൾക്ക് അഡീഷണലി വരും. അപ്പോൾ ഇതാണ് വാഗണാറിന്റെ ഒരു പ്രൈസ്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ വാഗണാർ ഇപ്പോഴും എൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ വാഗണാർ ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു വാഹനമാണ്. പക്ഷേ പലരും ഏറ്റവും കൂടുതൽ കൺസിഡർ ചെയ്യുന്ന ഒരു വാഹനം വാഗണാറാണ്. പലവരെയും ഫസ്റ്റ് കാറായിട്ട് പലരും കൺസിഡർ ചെയ്യുന്ന ഒരു വാഹനവും നമ്മളുടെ വാഗണാർ തന്നെയാണ് ഇപ്പോഴും. പിന്നെ വീട്ടിൽ മുതിർന്ന പേരൻസ് ഉള്ളവരൊക്കെ കൂടുതൽ കൺസിഡർ ചെയ്യുന്ന വാഗണാറാണ്. കാരണം കയറി ഇറങ്ങാനൊക്കെ വളരെ എളുപ്പമാണ്. പിന്നെ അത്യാവശ്യം ഉയർന്ന സീറ്റിംഗ് പൊസിഷൻ ഉള്ളത് കൊണ്ട് ലേഡീസിനും ഒരേപോലെ സിറ്റിയിലൊക്കെ കൊണ്ടു നടക്കാനും വാഗണാർ വളരെ സ്യൂട്ടബിൾ ആയിട്ടുള്ളൊരു കാറാണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങളൊരു വാഗണാർ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈം മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. ഇപ്പോൾ GST ബെനിഫിറ്റും ഇപ്പോഴത്തെ ഒരു ഓഫറൊക്കെ വന്നപ്പോൾ ഒരു ഓഗസ്റ്റ് സെപ്റ്റംബറിലെ പ്രൈസൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഏകദേശം 1.25 ലക്ഷം രൂപ തൊട്ട് 1.5 ലക്ഷം രൂപ വരെയാണ് വാഗണാറിന് പ്രൈസിൽ കുറവ് വന്നിരിക്കുന്നത്. ഫോർ മോർ ഇൻഫോ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കാം, നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്യാം. വാഗണാറിൻ്റെ എന്നല്ല, മാരുതിയുടെ ഏത് വാഹനത്തിലാണെങ്കിലും നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്യാം. മാരുതിയുടെ ഇയർ എൻഡ് പ്രൊമോഷൻസിന്റെ ഒരു വീഡിയോ, ഡീറ്റെയിൽഡ് വീഡിയോ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും ഐ ബട്ടണിലും ഉൾപ്പെടുത്താം. അതും കൂടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ.